ഹായ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ തണുപ്പുള്ള രാജ്യത്ത് രാവിലെ എണീറ്റ് ഈ പുല്ലിറങ്ങി നിൽക്കുന്നത് എന്തിനാണ്. സോ ദീസ് ആർ മൈ പ്രോബ്ലംസ് ആൻഡ് ദിസ് ഈസ് മൈ ലൈഫ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യും, എവിടെ കൊണ്ട് കളയും, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇത് രാവിലെ വന്ന് ഡോറിൽ കിടക്കുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത ടൈമിൽ യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. ലൈക്ക് അധികം യൂസ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്. ഇതിലെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എത്ര ക്ലോത്ത്സ് ഉണ്ട്, നമ്പർ ഓഫ് ക്ലോത്ത്സ്, പിന്നെ ഒരു ജാക്കറ്റൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഈ പാക്കറ്റിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലൊരു ബിൻ ബാഗ് പോലത്തെ ഒരു പൗച്ച് മാത്രമേ ഉള്ളൂ, പ്ലാസ്റ്റിക് പൗച്ച്. എവിടെയൊക്കെ സർവീസസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആൻഡ് ഫോൺ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൺഡേ മോർണിംഗ് കളക്ഷനാണ്. സോ ഇതെല്ലാം പാക്ക് ചെയ്ത് ഓൾറെഡി ഞാൻ ഡ്രസ്സസ് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് ഇതിനകത്തേക്ക് ക്ലീനായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൺഡേ നമുക്ക് വീടിൻ്റെ പുറത്ത് വയ്ക്കാം. യൂഷ്വലി അവർ വന്ന് കളക്ട് ചെയ്യേണ്ടതായിരിക്കും. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. 2 പെയർ ഓഫ് ജോഗേഴ്സ് ഉണ്ട്, ഒരു ഷർട്ടുണ്ട്, 3 ഫുൾ സ്ലീവ് ടീഷർട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ഹുഡി ഉണ്ട്, ഒരു ഡെനിം ജാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു സൂപ്പർ ഡ്രൈയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ജാക്കറ്റാണ്. ഐ നോ ലോങ്ങർ യൂസ് ദിസ് എനിമോർ. സോ ഇതുകൊണ്ട് ഇത് കിട്ടുന്ന ആൾ ഭാഗ്യവാനായിരിക്കും. ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് എവറി വൺ. സോ നിങ്ങളിത് കാണുമ്പോൾ ടൈം എത്ര ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് യു ആർ ഫൈൻ. I'm just heading to work. So in the Monday morning, I've just kept the package there. Weekend package clothes എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. So I hope they pick up. അല്ലെങ്കിൽ we'll have to contact them and see like how it's gonna be. So already this life is going on a fast pace എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ബട്ട് അതിൻ്റെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ nothing is going fast. You are becoming slow and things around you feels like it's going fast. You're actually running behind things to get done, things to achieve. നല്ല കാര്യമാണ്, ശരിയാണ്. ബട്ട് still somewhere there you forget something like നമ്മൾ ആ ടൈമിൻ്റെ ഒപ്പം നമ്മൾ പിടിക്കുന്നില്ല, നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ള തോന്നലുകൾ പലപ്പോഴും പലർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ കുറ്റം പറയുന്നത് കൊറോണയാണ്. കൊറോണയ്ക്ക് ശേഷം അതാണ് ഭയങ്കര ഫാസ്റ്റിലാണ് ടൈം പോകുന്നത്, ഒന്നും ചെയ്യാനുള്ള സമയമില്ല, ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല, ആഴ്ചകൾ പോകുന്ന അറിയുന്നില്ല, വർഷം, മാസം, അങ്ങനെ. അതിൻ്റെ മെയിൻ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊട്ടും ഗ്രൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. കൊറോണ സമയം തൊട്ട് നമ്മൾ എല്ലാവരും ഒരു ഡിജിറ്റൽ വേൾഡ്, ഒരു ഡിജിറ്റൽ അവസ്ഥയിലായിപ്പോയി. ആക്ച്വലി നിങ്ങൾക്ക് ഈ ചെറിയ പിക്സൽസിനകത്ത് എൻ്റർടൈൻമെൻറ്റ്സ് കണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി പിക്സലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബിഗ് പിക്ചർ കാണാതെ. നമ്മളുടെ പ്ലാനറ്റ് എർത്തായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അതെന്താന്നുള്ള ഒരു റീസൺ ഞാൻ പറയാം. പലപ്പോഴും എല്ലാവരും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും ചെരുപ്പ്, ഷൂസ് ഇതിൻ്റെ ഉള്ളിലാണ്. വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മളെവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിലും സ്റ്റിൽ യു ആർ വെയറിങ് സോക്സ് അറ്റ്ലീസ്റ്റ് ഇൻസൈഡ് ദ ഹൗസ്. ഇവിടെ തണുപ്പ് കാരണം നമുക്ക് ബെയർ ഫൂട്ടായിട്ട് നടക്കാൻ പറ്റില്ല. ബട്ട് ദാറ്റ്സ് ദ തിങ്. അവിടെയാണ് ഈ പ്രശ്നം ഇട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ എർത്തായിട്ട് കണക്ട് ചെയ്യണം. ജസ്റ്റ് ബ്ലൈൻഡഡ് ബൈ ദ ലൈറ്റ്സ്.
പറ്റുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർക്കിലൊക്കെ വെറുതെ ഒരു വോക്കിനൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഷൂസും സോക്സൊക്കെ ഒന്ന് ഊരി ഒരു 5 മിനിറ്റ് പച്ച മണ്ണിൽ അല്ലെങ്കിൽ പച്ച പുല്ല് അല്ലെങ്കിൽ പച്ചാന്നില്ല ഭൂമിയിൽ ഇറങ്ങി നടക്കുക കുറച്ച് നേരം. യു ഫീൽ ദ ഡിഫറൻസ്. അറ്റ്ലീസ്റ്റ് ഒരു 10 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു മാക്സിമം 2 മിനിറ്റെങ്കിലും. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട്. നാട്ടിലുള്ളവർക്ക് അവർ ഓൾറെഡി അവിടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ വയലിലും ഒക്കെ പോകുമ്പോഴും കുളത്തിലും അവിടെ ഇവിടെയൊക്കെ ചാടാൻ പോകുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഇതൊക്കെ. സോ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിത് വർക്കൗട്ട് ആയിട്ടുണ്ട്. യു വിൽ നോ ദ ഡിഫറൻസ് വെൻ യു ട്രൈ. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഇറ്റ്സ് വർത്ത് ഇറ്റ്.